ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാസിർ വ്രതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെപ്പറ്റി ചെറുതായിട്ടൊന്ന് ധ്യാനിക്കുകയാണ്. നാസിർ വ്രതം കൊണ്ട് ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മൾ അധികം ആരും ധ്യാനിച്ചിട്ടില്ലാത്ത, എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായതുകൊണ്ട് നമ്മളതൊന്ന് ധ്യാനിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വചനം. വ്രതകാലം മുഴുവൻ അവൻ കർത്താവിൻ്റെ പരിശുദ്ധനാണ്. ശരിക്കും നാസിർ വ്രതത്തെപ്പറ്റി ഈ ബൈബിളിൽ ഒത്തിരി സ്ഥലത്ത് സൂചനകളുണ്ട്. ഞാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വചനമെന്ന് വായിക്കാം. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിൻ്റെ നാസിർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ ആരംഭിക്കും. അപ്പം ദൈവത്തിൻ്റെ ഒരു വിശുദ്ധമായ പ്രവൃത്തി, ദൈവത്തിൻ്റെ ശക്തമായ ഒരു പ്രവൃത്തി ഒരാളെ ഏൽപ്പിക്കണമെങ്കിൽ അത് ദൈവം ആ വ്യക്തിയെ ഒരുക്കുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ വചനത്തിൽ പറയുന്നത്. അപ്പം ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്ത, ഒരു ഉപവസിച്ച, ധ്യാനിച്ച, അല്ലെ തപസ് ചെയ്ത, അങ്ങനെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ വേണ്ടി ദൈവം മാറ്റി നിർത്തുന്ന വേർതിരിക്കപ്പെട്ട വ്യക്തികളിലേക്ക് ദൈവം വർഷിക്കുന്ന ഒരു കാരുണ്യത്തെപ്പറ്റി കൂടെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം അതിന് 1-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായ 1 മുതലുള്ള വചനങ്ങളിൽ പറയുന്ന ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് വളരെ വിശദമായി പറയുന്നത്. 1, മദ്യമോ യാതൊരുവിധ ലഹരി പാനീയങ്ങളോ ഈ നാസിർ വ്രതക്കാർ ഉപയോഗിക്കാൻ പാടില്ല. മദ്യമോ മറ്റ് യാതൊരുവിധ ലഹരി പാനീയങ്ങളോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. 2, ക്ഷൗരക്കത്തി തലയിൽ തൊടാൻ പാടില്ല. ക്ഷൗരക്കത്തി എന്ന് പറഞ്ഞാൽ മുടിയും താടിയും ഒക്കെ നീട്ടണം എന്നതിൻ്റെ അർത്ഥം. 3, വ്രതകാലം തീരുവോളം ശവശരീരത്തിൽ സ്പർശിക്കരുത്. ഇതാണ് മുഖ്യമായിട്ടും ഇതിൽ നിന്നുകൊണ്ട് ഒരു പുറമേ ചെയ്യുന്ന, പുറമേ കാണാവുന്ന ഒരു പ്രവൃത്തി ഇതാണ്. എന്നാൽ ഈ നാസിർ വ്രതം എന്നുള്ളതിൻ്റെ ഹീബ്രു ഭാഷയിൽ ആണ് ഈ നാസിർ വ്രതം എന്ന ഹീബ്രു ഭാഷയാണ്. അതിൽ ഇങ്ങോട്ട് പരിവർത്തനം ചെയ്തതാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം, നാസിർ വ്രതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലർത്ഥം ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഒരു പരിശുദ്ധൻ, അല്ലെ അല്പം കൂടി പരിശുദ്ധമായി ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ട, ക്ലിയറായിട്ട് പറഞ്ഞിങ്ങനെയാണ്, പരിശുദ്ധമായി ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം പരിശുദ്ധമായി ദൈവത്തിന് മാറ്റി വയ്ക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മനസ്സ്, ശരീരം, ആത്മാവ്, വ്യാപനങ്ങൾ, ചിന്തകൾ മുഴുവൻ സമ്പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് കൃപ സ്വീകരിക്കാൻ വേണ്ടി തന്നെ ഒന്ന് എളിമപ്പെടുത്തി അനുതാപത്തിലേക്ക് നയിക്കുന്ന പോലെ ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ വേണ്ടി തന്നെ ഒരു വിശുദ്ധമായ വിളിയിലേക്ക് നയിക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം പറയുന്നത്, അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതൽ ഞാൻ ദൈവത്തിന് നാസിർ വ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും, മറ്റു മനുഷ്യരെ പോലെയാകും ഞാൻ എന്ന് പറഞ്ഞാൽ സാംസന്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമാണ്. സാംസന്റെ ഭാര്യയോട് സാംസൺ പലപ്പോഴും കള്ളമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സാംസനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് സാംസന്റെ ഭാര്യ. അപ്പോൾ സാംസൺ നശിപ്പിക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ അവസരം നോക്കിയിരിക്കുമ്പോൾ അവസാനം ഈ സത്യം തുറന്നു പറയാൻ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെട്ട് സാംസൺ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വിസ്മയകരമായ തിരഞ്ഞെടുപ്പും വിളിയും അവിടെ മറക്കുകയാണ്. ദൈവത്തിന് വിളിച്ച വിളിയോട് വേണ്ടത്ര പ്രതിബദ്ധത പുലർത്താൻ കഴിയാതെ ഇവിടെ സാംസൺ പോവുകയാണ്. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, വീഞ്ഞോ ലഹരിമുള്ള മറ്റേതെങ്കിലും പാനീയങ്ങളോ നീ കുടിക്കരുത്. നിന്നെ എപ്പോൾ നീ പരിശുദ്ധമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ഒരു വിളിയും തിരഞ്ഞെടുപ്പും സ്വീകരിച്ച് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തികൾക്കൊക്കെയും ഇതുപോലെയുള്ള വലിയൊരു അടിയുറച്ച തീരുമാനം, വർഷങ്ങളായി നോമ്പ് നോറ്റ് ഉപവസിച്ച് പലതും ത്യജിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ദൈവത്തിൽ നിന്നൊരു കൃപ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധിയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ഇതിന് വളരെ ഈ നാസിർ വ്രതത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ 5-6 ഇടത്ത് ചെറിയ സൂചനകളുണ്ട്. 1 സാമുവേൽ 1-ന്റെ 15-ലുണ്ട്, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ലുണ്ട്, അപ്പോസ്തലർ
18:18 നാസീർ വ്രതത്തെപ്പറ്റി സൂചനയുണ്ട്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 21:23 1 സാമുവേൽ 1:11 പിന്നെ നാസീർ വ്രതത്തിൻ്റെ ഇതിലൂടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ആകെ തുകയെന്ന് പറയുന്നത് ദൈവവുമായുള്ള എൻ്റെ ബന്ധം, എൻ്റെ മനസ്സ്, ശരീരം, ആത്മാവ് ഇതെല്ലാം ഒന്ന് ചേർന്ന് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് ഞാൻ ഒരു അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി എന്നെ തന്നെ ഒരുക്കി ഈ ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് അത് എനിക്കും എൻ്റെ സമൂഹത്തിനും ഞാൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിനും ദേശത്തിനും ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി ദൈവമായ ഒരു ബന്ധത്തിൽ കൂടുതൽ സുദൃഢമായ ബന്ധത്തിലാകുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഈ വചനം നമ്മളിലും മാംസം ധരിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ.